കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാഗതമായി. ഈ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെ കാണുന്നു? അവർ രാഷ്ട്രീയത്തോട് വിമുഖതയുള്ള അരാഷ്ട്രീയവാദികളാണോ? അല്ലെന്നോ ആണെന്നോ നമുക്ക് പറയാനാവില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നാം ചർച്ച തുടരുകയാണ്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ഡോക്ടർ TK സുനിൽ. അദ്ദേഹം അടിമാലി കാർമൽഗിരി കോളേജിലെ അധ്യാപകൻ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം അടുത്ത ചൊവ്വാഴ്ച 9-ാം തീയതി നമ്മുടെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ അതിൻ്റെ പ്രചരണ ചൂടിലാണ്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ 13-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആവർത്തി നമ്മൾ ചർച്ചകൾ ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ഇച്ചിരിയും കൂടി വ്യതിരിക്തമായ ഒരു വിഷയമാണ് അങ്ങയോട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങ് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ വൈദഗ്ധ്യമുള്ള ആളാണ്, അതിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യം, അതിൻ്റെ ഒരു വ്യത്യസ്തത, അവർ രാഷ്ട്രീയവാദികളാണോ, ഇങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പൊതുവെ ഒരു നനഞ്ഞ പടക്കം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. എല്ലായിടത്തും ഒരു തെരഞ്ഞെടുപ്പ് ചൂടെന്ന് പറയാനില്ല. അത് അന്തരീക്ഷത്തിൻ്റെ നനവാണോ മനുഷ്യരുടെ നനവാണോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഒരു 40 കഴിഞ്ഞ ആളുകൾക്കിലും ഒരു 50 കഴിഞ്ഞ ആളുകൾക്കിടയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ചൂടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് ഒരു വിഷയമേ ആകുന്നില്ല. ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ചെറുപ്പക്കാർ വിമുഖരാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ചെറുപ്പക്കാർ ഇതിലൊരു വിമുഖത കാണിക്കുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പൊതുവെയുള്ള രാഷ്ട്രീയ കക്ഷികളോടുള്ള ഒരു വിമുഖത നമുക്കുണ്ടെങ്കിലും പക്ഷെ അവർ രാഷ്ട്രീയപരമായിട്ട് വളരെ ബോധമുള്ള ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ പൊളിറ്റിക്കലി ഭയങ്കര ബോധമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ പഴയ കാലത്തെ രീതികളും പുതിയ കാലത്തെ രീതികളിലും തമ്മിലുള്ള ഒരു വ്യത്യസ്തത കൊണ്ടാകാം ചിലപ്പോൾ നമ്മൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഇങ്ങനെ നമുക്ക് തോന്നാനുള്ള സാധ്യതകൾ. കാരണം അവരുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയാണ് അവരുടെ ഒരു പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഏകദേശം പുതിയ ഈ ജനറേഷൻ എന്നൊക്കെ പറയുന്നവർ, അവർ 24 hours സോഷ്യൽ മീഡിയകളിൽ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായ മാറ്റങ്ങളെ കുറിച്ചിട്ട് വളരെ ബോധവാന്മാരാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റിലേക്ക് ഈ രാഷ്ട്രീയത്തെ, കക്ഷി രാഷ്ട്രീയങ്ങളെ അവർ വളരെ നോക്കിക്കാണുന്നത് അതിനെ വളരെ നമ്മുടെ ഒരു പുതിയ കാലത്ത് ഒരു വിദ്യാഭ്യാസപരമായിട്ടും ഒരു ജോലിപരമായിട്ടുള്ള ഒരു അനിശ്ചിതത്തിൻ്റെ കാരണം ഈ പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു വളരെ അവർക്കൊരു തീർച്ചയായിട്ടുള്ള ഒരു വിശകലനമാണത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പൊളിറ്റിക്കലി ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. അതൊരു തോന്നൽ മാത്രമാണെന്ന് അങ്ങയുടെ അഭിപ്രായം അല്ലേ? അല്ല, തോന്നൽ മാത്രമൊന്നുമല്ല, അത് തന്നെയാണ് സത്യവും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് ഈ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് അവർ പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വെറും തോന്നൽ. അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ. അപ്പോൾ അവർ പൂർണ്ണ പങ്കാളികളല്ലെങ്കിൽ പോലും അവർ ഈ അരാഷ്ട്രീയവാദികളല്ല എന്നാണ് അങ്ങയുടെ പക്ഷം. അതെ, പൂർണ്ണമായിട്ടും അരാഷ്ട്രീയവാദികളല്ല. നമ്മുടെ ഈ ആധുനിക കാലത്തെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളെല്ലാം വരുന്നത് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ്. വല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നമ്മുടെ സമരങ്ങളെല്ലാം ഇപ്പോഴത്തെ കാലത്തുള്ള ഒരാരംഭങ്ങൾ തന്നെയല്ല, മാറ്റങ്ങൾക്കുള്ള തുടക്കവും അവിടെ നിന്നാണ്. അതെ, മാറ്റങ്ങൾക്കുള്ള തുടക്കവും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ അവരുടെ പൊളിറ്റിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് മാറി അവർ ഈ രാജ്യത്തെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ളതൊരു വ്യക്തമായിട്ടാണ് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഈ ഞാനത് ചോദിക്കാൻ, ഇങ്ങനൊരു ആശങ്ക അങ്ങോട്ട് ചോദിക്കാനുള്ള കാരണം, പല രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ നന്നായി വിഷമിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതില്ല. ചില രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീൽഡിൽ ആളുകളെ കിട്ടുന്നുണ്ട്, ചില ആളുകൾക്ക് കിട്ടുന്നില്ല വേണ്ടത്ര. അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ കിട്ടാൻ വിഷമമുണ്ട്. സമീപിക്കുമ്പോഴൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതുമുണ്ട്.
പക്ഷെ ഇതിലേക്ക് തള്ളിക്കയറുന്നതും വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതൊക്കെ പലപ്പോഴും ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്. ഈ ഒരു വിമുഖത മൊത്തത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങനെ ഒരു മാറി നിൽക്കുന്നു എന്ന് തോന്നിയിട്ടില്ല. കാരണം പല വാർഡുകളിലും നമ്മൾ വളരെ റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം ചില വാർഡുകളിലൊക്കെ 6 കാൻഡിഡേറ്റ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അത് അവരുടെ ഒരു സാമൂഹിക സോഷ്യൽപരമായിട്ടുള്ള ചില എഞ്ചിനീയറിങ്ങിന് വേണ്ടി ചില കാൻഡിഡേറ്റിന് വേണ്ടി അവരൊരു ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത ചിലപ്പോൾ കുറവായിരിക്കാം. അതായിരിക്കാം സാർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ആദർശാത്മക പരിവേഷം ഉണ്ടായിരുന്നു, ഒരു ആദർശാത്മക അന്തരീക്ഷം. അത് ഇടതായാലും വലുതാണെങ്കിലും രണ്ട് കൂട്ടത്തിനിടയിലും വളരെ ആദർശാത്മകമായ, അല്ലെങ്കിൽ അവർക്കൊരു വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഈ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ ആകർഷിച്ചിട്ടാണ് ഒട്ടേറെ ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക്, ഒപ്പം തന്നെ അന്നത്തെ കാലത്ത് KSCയിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ വളർന്നു വന്ന കോൺഗ്രസ് പ്രവർത്തകർ, ഇപ്പോൾ AK ആന്റണിയെ പോലെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെ ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആകൃഷ്ടരായി ആ പ്രസ്ഥാനത്തിൽ വന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു ചെറുപ്പകാലം സത്യത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കാലമായിരുന്നു. ആ തരത്തിലേക്ക് അപ്പോൾ മറുഭാഗത്താണെങ്കിലും വലിയ നായനാരായാലും, ഒപ്പം തന്നെ EMSൻ്റെ കാലം, അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ ഈ ഇടതുപക്ഷ പാർട്ടികളും വലിയ പ്രതീക്ഷ കൊടുത്തു. ആ പ്രത്യയശാസ്ത്രത്തിന് വലിയ ഒരു ആവേശം പകരാൻ ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നവോത്ഥാന കാലവും കൂടിയായിരുന്നു. ഇപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആന്ത്യം ബാധിച്ചിട്ട് കൂടുതൽ മലീമസമായി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കതിന് യാതൊരുവിധ സംശയത്തിൻ്റെ കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ ബേസ് തന്നെ വളരെ രാഷ്ട്രീയത്തിൽ അവിശ്വസനീയമായിട്ടുള്ള വളരെ അഴിമതിയും, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ 50% ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അങ്ങനെ തന്നെ ആ പഴയ കാലത്തെ വിട്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഈ ഭരണം നിലനിർത്താൻ വേണ്ടി പല രീതികളിലുള്ള പൊളിറ്റിക്കൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഇത്രയും വലിയൊരു അഴിമതിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ജനാധിപത്യ രീതിയിലുള്ള ലഭിക്കുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. കാരണം അവർക്കൊരു സ്വതന്ത്രമായിട്ട് നടക്കാൻ പോലും അവസരമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിന് അതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ ഭയാനകതയോടെ തന്നെ നോക്കുന്ന ഒരു കാലഘട്ടം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. സത്യത്തിൽ യങ്സ്റ്റേഴ്സ് നല്ല നിരീക്ഷണ ശേഷിയുള്ളവരാണ് എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്, അല്ലേ? അവരിത് തീർച്ചയായിട്ടും ഇത് നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ച ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് അങ്ങ് അറിയുന്നുണ്ടാവും. പണ്ടത്തെ യാദൃശ്യമൊക്കെ വിട്ടു, ആ മൂല്യബോധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ത് വന്നാലും അധികാരം ഉറപ്പിക്കുക, അധികാരത്തിന് വേണ്ടി ഏത് വർഗീയതയുമായി കൂട്ടുകൂടുക, അതിനു വേണ്ടിയിട്ട് പ്രീണനം നടത്തുക. അത് മതങ്ങളെ മാത്രമല്ല, മറ്റ് രംഗത്ത് സാമുദായികമായ മറ്റ് രംഗങ്ങളിലുള്ള ഏത് രംഗത്തെ പ്രീണനം കൊണ്ടാണോ നമുക്കൊപ്പം ജനങ്ങളെ നിർത്താൻ കഴിയുന്നത്, അത് ഏതെല്ലാം തരത്തിൽ, സാമ്പത്തികമെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ മതപരമായ രീതിയിലെങ്കിൽ അങ്ങനെ, അത്തരത്തിലുള്ള ചില പ്രീണന നയങ്ങൾ ഈ ചെറുപ്പക്കാരെ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകറ്റാൻ സാധ്യതയുള്ളതല്ലേ? അതെ, ഇപ്പം നമ്മളിപ്പം ഈ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ പുതിയ തലമുറകൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പം സാറ് പറഞ്ഞതെല്ലാം അത് തന്നെ കറക്റ്റാണ്. അതിലിപ്പം നമ്മൾ ഇപ്പം നമ്മുടെ സമഗ്ര വോട്ടർ പരിഷ്കരണം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം അത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ തോതിൽ ഒരു ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 32 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ വോട്ടർ പട്ടികയിലൂടെ പുറത്തായത്. പക്ഷെ കേരളത്തിൽ അതിൻ്റെതായ വളരെ സമരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തന്നെ അതിന് മറികടക്കാവുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇതിനെതിരായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്ന സമരങ്ങളെയൊക്കെ ഏറ്റവും അവസാനമാണ് അത് വീണ്ടും പുനഃപരിശോധിക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള പല സാമൂഹികമായിട്ടുള്ള ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലെ ക്വസ്റ്റ്യനെയറുകളെ
അങ്ങനെയുള്ള അവരുടെ ഭരണപരമായ കാര്യങ്ങളിലേക്ക് നിലനിർത്താൻ വേണ്ടി നിയമപരമായ മാറ്റങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ SIR ബന്ധപ്പെട്ടാണ് അങ്ങ് ഇപ്പൊ സൂചിപ്പിച്ചത്. അതെ. അപ്പൊ അത് സൂചിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെ വരുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം അത് ഗവൺമെന്റ് ഒരു നയം കൊണ്ടുവന്ന് അത് മുന്നോട്ട് പോവുകയാണ്. അതിന് പൗരത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണത്. ഏതായാലും വോട്ടവകാശം ഉറപ്പിക്കുക എന്നുള്ളത് അതും യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അതും ഒരു 50 കഴിഞ്ഞവർക്കിടയിലാണ് വലിയ ഉത്കണ്ഠ കാണുന്നത്. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അതും വലിയ ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഉദ്വേഗമോ ഒന്നും കാണുന്നില്ല. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ ആസാം സ്റ്റേറ്റുകളിലൊക്കെ ഈ പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള വളരെ സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് ഈ ഏതൊക്കെ സമരങ്ങളുണ്ട് അതിൻ്റെയൊക്കെ മുൻപന്തിയിലാണ് യങ്സ്റ്റേഴ്സ്. പക്ഷേ ഈ യങ്സ്റ്റേഴ്സ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒക്ടോബറിൽ BBC ഈ യങ്സ്റ്റേഴ്സ് എന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല സമരങ്ങൾക്കെന്നുള്ള ഒരു പഠനം നടത്തി. നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അവരതിൽ പറയുന്നത് ഒരു കുട്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള എല്ലാ സാധ്യതകളുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ യങ്സ്റ്റേഴ്സ് ഒരു വളരെ വലിയൊരു സമരത്തിന് മുതിരാത്തത്. അപ്പോൾ ലോകത്ത് എവിടെ വിപ്ലവം ഉണ്ടായിട്ടുണ്ടോ, സമരം ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം കലാലയങ്ങളിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം അടയ്ക്കേണ്ടി വന്നു. എല്ലാം അടച്ചിട്ടിട്ടാണ് അന്ന് ഗാന്ധിജിക്ക് പിന്തുണയുമായിട്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് കലാലയ രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും കുട്ടികളുടെ ഇപ്പോൾ JNUവിലൊക്കെ നടക്കുന്ന സമയം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വലിയ പരിവർത്തനങ്ങളാണ് അവിടെ നിന്നൊക്കെ നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടികൾ ഇപ്പോൾ വളരെ പാസീവായി പോകുന്നു. ഈ കുട്ടികൾ ഇങ്ങനെ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് എന്ന ഭയം അവരിലുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അതായത് ഭയപ്പെടുത്തി ഭരിക്കുക എന്ന് പറയുന്നത് ഫാസിസവുമായി റിലേറ്റഡ് ആണ്. അങ്ങനെയല്ലോ ഉണ്ടോ? അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഒരു തുടർച്ച വരുന്നത് അതിലേക്കാണെന്നുള്ളൊരു ഭയാനകം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നന്നായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഒരു പാഠ്യപദ്ധതിയിൽ വരുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ മാറ്റിമറിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ നമ്മുടെ രാജ്യത്തെ അങ്ങനെ വളരെ ഒരു അനിശ്ചിതാവസ്ഥ ഇപ്പോഴുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് നടക്കുന്ന നേപ്പാളിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു മിനിസ്ട്രി മാറി. ബംഗ്ലാദേശിലും അങ്ങനെ അത് തന്നെ ബംഗ്ലാദേശ് യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ള വലിയ സമരങ്ങളായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര എക്സിലൊക്കെ ഇന്ത്യക്കാർ കുറിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് നേപ്പാൾ മോഡൽ ഇതുപോലെ അഴിമതിപരമായ ഈ ഇന്ത്യയുടെ പൊളിറ്റിക്കലിനെ എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്തത്, ആ മോഡലിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നൊക്കെ പറഞ്ഞ് പല എക്സിലൊക്കെ നമുക്ക് എഴുതിയതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു മഹാഗ്രഹത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ പോലെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യത്തിന് ചുറ്റും കുറേ രാജ്യങ്ങളുള്ളത്. ആ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകമായ ചില ഭരണവ്യവസ്ഥകളാണ് നിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ, ഇപ്പോൾ നേപ്പാൾ, അങ്ങ് സൂചിപ്പിച്ച നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ സൂചിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകും, മ്യാൻമർ ഉൾപ്പെടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഭരണഘടനയും ഒപ്പം തന്നെ ഭരണരീതിയുമാണ് നമുക്കുള്ളത്. നമ്മളതിനെ ജനാധിപത്യം, പുഷ്കലമായ ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അങ്ങ് സൂചിപ്പിച്ച ചെറുപ്പക്കാർക്കിടയിലുള്ള ഈ ഭയവും കാര്യങ്ങളൊക്കെ ഈ ജനാധിപത്യത്തിനിടയിൽ തന്നെ ഒരു സമഗ്രാധിപത്യം വാഴുന്നു എന്നതിൻ്റെ സൂചനയുണ്ടോ? ഇല്ല, നമുക്ക് അതിലേക്ക് നമുക്ക് പോകണോ വേണ്ടോ എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു സമഗ്രത എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഇപ്പം നമ്മുടെ മുൻപിലുള്ള തെളിവുകളാണ്. നമ്മൾ ചെയ്ത സമരങ്ങൾക്ക് വരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളിലെല്ലാം അങ്ങനെ നിയമപരമായിട്ടുള്ള വളരെ വലിയൊരു ഭീതി ഈ നമ്മുടെ രാജ്യത്ത് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അല്ല, ഒരു ഭീതി ഒരു സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ആശാസ്യമല്ലല്ലോ സാർ. അല്ല, കാരണം വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. അത് പറഞ്ഞത് സാക്ഷാൽ ടാഗോറാണല്ലോ, ഇല്ലേ? എവിടെ മനസ്സ് ഭയരഹിതമായിരിക്കുന്നുവോ, എവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിന്റെ പർദീസയിലേക്ക് എൻ്റെ നാഥ എൻ്റെ നാടിനെ ഉണർത്തണമെന്നാണല്ലോ അദ്ദേഹം എഴുതി വെച്ചത്, ഇല്ലേ? അപ്പോൾ അതേ നാട്ടിലെ കുട്ടികൾ ഭയവിഹ്വലരായി കഴിയുന്നു പല കാരണങ്ങളാൽ. പല ഭരണകർത്താക്കൾ മാത്രമല്ല, അവർ പല പല കാരണങ്ങളാൽ വിഹ്വലരായി കഴിയുന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കുന്നതല്ല. അതെ, അത് നമുക്ക്
നമ്മളതിൽ പക്ഷെ ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മുടെ ഈ കർണാടക ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു വോട്ടർപട്ടികയിലുള്ള ഒരു ഇഷ്യൂ വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെയാണ്. ഒരുപക്ഷെ ഇത് ഇങ്ങനെ നടന്നു പോകുമെങ്കിലും ഈ അഴിമതി നടന്നു പോകുമെങ്കിലും നമ്മുടെ യങ്സ്റ്റേഴ്സ് വന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതാണ് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ എക്സിൽ ഇങ്ങനെ കുറിച്ചത് ഞാൻ വായിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാ അദ്ദേഹത്തിന് അങ്ങനെ എല്ലാ രാജ്യത്തെയും പ്രവാചകന്മാര് ഒരിക്കൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയോ വരുമെന്നും അവരുടെ പിന്നിൽ മറ്റുള്ള ആളുകൾ അണിനിരക്കുമെന്നും അങ്ങനെ നമ്മുടെ നാട് രക്ഷിക്കപ്പെടുമെന്നുള്ള സ്വപ്നം പലരും ഉണ്ട് അല്ലേ. മാക്സ് ഉൾപ്പെടെയുള്ളവരൊക്കെ മുന്നോട്ട് വെച്ച വലിയ ഒരു പ്രത്യയശാസ്ത്ര സ്വപ്നം അതായിരുന്നു. അതിരിക്കട്ടെ, അപ്പോൾ അത് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ പങ്കുവച്ചിട്ടുണ്ടാവും, അദ്ദേഹം കാണും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പക്കാർ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു 10-25 വർഷം മുമ്പ് ഉള്ള ചെറുപ്പക്കാരുടെ നിരയല്ല ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങൊരു അധ്യാപകൻ സീനിയർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അവർക്കിടയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അങ്ങൾക്കറിയാം. ഞാൻ അധ്യാപകൻ എന്ന നിലയിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തന്നെ അധ്യാപകൻ എന്ന നിലയിൽ സ്കൂളിൽ ഉണ്ടായിരുന്ന എൻ്റെ കാലം കഴിഞ്ഞിട്ട് തന്നെ ഏതാണ്ട് ഒരു ദശകം പിന്നിടുകയാണ്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു ദശകക്കാലം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിസ്സാരമല്ല, പണ്ടത്തെ പോലെയല്ല, വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കിടയിൽ കാണുന്ന ഈ മാറുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അവരധികം സംസാരിക്കുന്നില്ല. ഈ വൈകാരികത നഷ്ടപ്പെട്ട് കേവല യന്ത്രങ്ങളായി അവർ മാറുന്നതായി സാറിന് തോന്നുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട് നന്നായിട്ട്. ഇപ്പം ഇവർക്ക് ഇപ്പോഴും പലർക്കും നമ്മൾ നെഹ്റുവിനെയോ ഗാന്ധിജീനെ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞേക്കാം. നെഹ്റുവിൻ്റെ ഒരു പടം കാണിച്ചാൽ പോലും ഇവർ ആരാണ് തിരിച്ചറിയത്തില്ല. അത്രയും അങ്ങനെയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവിൽ നിന്നൊക്കെ ഇവിടെ വളരെ അകലെയാണ്. പക്ഷെ ഇത് ഇവർക്ക് അറിയണോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇപ്പം നമ്മൾ ഈ ജെൻസി ബുക്കുകൾ എന്നൊക്കെ പറയുന്ന ബുക്കുകൾക്ക് വായനയിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. ആ ഒരു കാലത്തെ പിന്നോട്ടുള്ള കാലങ്ങളെ, ഇന്ത്യയുടെ ആ കാലങ്ങളെ വായിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴെങ്ങനെയാണ് അവർ കാലം, അതിൽ നിന്നാണ് അവരുടെ ഒരു കാണുന്ന കാഴ്ചകൾ. അവർ ജനിച്ചപ്പോൾ മുതലുള്ള കാഴ്ചകളുടെ രീതികൾ മാത്രം വെച്ചുകൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു ലോകങ്ങളുണ്ട്. അപ്പോൾ പുതിയ തലമുറ വർത്തമാനത്തിൽ മാത്രം, അതായത് വർത്തമാനകാലത്ത് മാത്രം ജീവിക്കുന്നവരായി മാറുന്നു. അവർക്ക് ഭൂതകാലം എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല, ഇല്ലേ? അത് ചെയ്യാനോ അല്ലെങ്കിൽ ഭൂതകാലമാണല്ലോ നമ്മുടെ ചരിത്രം. അപ്പോൾ ചരിത്രത്തെ പഠിക്കാനോ നമ്മുടെ സംസ്കാരമൊക്കെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട കിടക്കണേ. കാരണം അത് വാറ്റി കുറുക്കിയെടുത്തതാണല്ലോ നമ്മുടെ നന്മകളെല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഈ പ്രസൻറ്റ് ഇന്ന് എന്നതിൽ അവർ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ നാളെ എന്നത് പോലും വലിയ പ്രശ്നമല്ല. അങ്ങനെ പോകുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് തകരാറായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, നമ്മുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടല്ലോ. നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വരെ വ്യത്യസ്തതയാണ്. കൂടുതലും കുട്ടികൾ അവരുടെ സ്വപ്നം കാണുന്ന വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ പറയാനിരുന്ന ഒരു പോയിന്റിലേക്കാണ് അങ്ങ് ഇപ്പോൾ പെട്ടെന്ന് കടന്നു വന്നത്. ഈ വൈദേശിക സ്വപ്നം അതിലേക്ക് കുട്ടികളിൽ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവും? അതിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഒരു സ്വപ്നം, അവരുടെ സ്വപ്നങ്ങളിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമൊന്നുമല്ല. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ പോലെ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാലോ എന്തൊക്കെയാണ്. ഒരു കുട്ടി രണ്ടുപേർ സംസാരിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സദാചാര പ്രശ്നങ്ങളൊക്കെ നമ്മൾ വളരെ വലുതായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള. പക്ഷെ ഈ ഒരു അവരുടേതായ രീതികൾ കൊണ്ട് അവരുടെ ഒരു സ്വപ്നങ്ങളൊക്കെ ഇതൊരു വലിയൊരു കൗതുകപരമായിട്ടും കാണുന്നുണ്ട് യൂറോപ്പിൽ. പക്ഷെ അതിൽ വലിയ സത്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർ ആ ഒരു കൗതുകകരമായി കാണുമ്പോൾ തന്നെ അവരുടെ ഇവിടുത്തെ ഒരു അനിശ്ചിതമുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ജോലി ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ഫാമിലിയിൽ വളരെ അനിശ്ചിതത്വം ഉള്ളത് കൊണ്ട് തന്നെ അവർ വിദേശത്ത് പുതിയൊരു ജീവിത രീതിയിലേക്ക് അവർ സ്വീകാര്യത വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പറ്റിയ ഒരു വസന്തം ഈ മണ്ണിലില്ല എന്നും ഇനി അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നിർത്താൻ പറ്റിയ ഒരാകാശം ഈ വിഹായസിൽ നമ്മുടെ അന്തരീക്ഷത്തിലില്ല എന്നും അവർ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ മറ്റൊരാകാശം തേടിയുള്ള യാത്ര? അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആയിരുന്നു നമുക്കൊരു ജെനുവിനാലിറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ
ഇപ്പൊ നമ്മൾ ജനിച്ചു വളർന്ന ഒരു രാജ്യത്തെ നമ്മൾ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയാനോ വിട്ടുപറയാനോ നമ്മൾ സാധ്യമല്ല. പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഇപ്പം എങ്ങനെ പോലും ഒരു സൈലന്റ് മൂവ്മെന്റുകളെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി. അഴിമതികൾക്കും ക്രിമിനൽ വൽക്കരണത്തിനും ജനാധിപത്യ ധ്വംസനങ്ങൾക്കും എല്ലാം ഒരു സൈലന്റ് ആയിട്ടുള്ള ഈ യങ്സ്റ്റേഴ്സിനായിട്ട് വളരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത നമുക്ക് എപ്പോഴും നമുക്കൊരു ഫ്യൂച്ചറിൽ നമ്മൾ വലിയൊരു നല്ലൊരു ഫ്യൂച്ചർ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, ഈ അമ്മയും ജന്മനാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് നമ്മുടെ പാരമ്പര്യവാദികൾ നമ്മളെ പഠിപ്പിച്ചത്, അല്ലെ? പഠിപ്പിച്ചത്. അത് ശരിയാണ്, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വളരെ വിരുദ്ധമായിട്ട് പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്ന പോലുമില്ല. അതെ അതെ, അതാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ജീവിത നിലവാരങ്ങളോ അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവുന്നതാണ് നമുക്ക്, അല്ലെ? അങ്ങനെയല്ല നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, അങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു അപകടമുണ്ടെന്ന്. അതായത് നമ്മുടെ രാജ്യത്ത് കിട്ടേണ്ട പലതും കിട്ടാത്തത് കൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് തേടി പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ ആശയ്ക്കൊത്ത ഒരു ജീവിതം അവിടെ അവർ ജീവിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മാതൃരാജ്യത്ത് തിരിച്ചെത്തേണ്ടത് എന്നവർ ചിന്തിക്കുന്നു, അല്ലേ? അതെ, നമ്മള് ഇപ്പൊ ഗ്ലോബലൈസേഷന്റെ കാലത്ത് നമ്മുടെ രാജ്യങ്ങൾ തന്നെ നമുക്ക് അതിന്റെ അതിർത്തികൾ തന്നെ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം അതിന്റെ ഒരു മനുഷ്യരുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഈ നമ്മുടെ രാജ്യം എന്നുള്ള ഒരു സങ്കല്പമൊക്കെ മാറും. ഈ അതിർത്തികളൊക്കെ നമ്മൾ ഇല്ലാതെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ അങ്ങനെ ഒരു രാജ്യം എന്നുള്ളൊരു സങ്കല്പം തന്നെ നമുക്ക് സാധ്യത വളരെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒന്നും അതിർത്തികളില്ലല്ലോ. നമ്മളാണല്ലോ ഈ അതിർത്തി ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നത്, രേഖകളാക്കി വരച്ചിരിക്കും. മനുഷ്യന്റെ സ്വാർത്ഥതയാണല്ലോ. പക്ഷെ അങ്ങ് പറയുന്ന പോലെ അതിർത്തികളില്ലാതാവുന്ന ഒരു രാജ്യം അത്ര എളുപ്പമല്ല. കാരണം അതിനെക്കുറിച്ച് ടാഗോറൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ ഒരുപക്ഷെ അത് വരകളില്ലാതെ വരട്ടെ, അതൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ അറിഞ്ഞിടത്തോളം രാജ്യത്തിൻ്റെ വരകൾ വീണ്ടും അവർ ഉറപ്പിച്ച് നിർത്തുകയാണ് ഭരണാധികാരികൾ. നമ്മളിപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാമല്ലോ, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം. അത് പോട്ടെ, നമ്മുടെ കുട്ടികളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ, യുവാക്കൾ എന്ന് പറയുന്നത് നല്ലൊരു പങ്ക് പല രാജ്യങ്ങളിലേക്കായി പോയി കഴിഞ്ഞു. അവർക്ക് തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ പലപ്പോഴും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും കാനഡയും ബ്രിട്ടനും ഒക്കെയാണ്. പക്ഷെ അവിടെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ പലയിടത്തും. അയർലൻഡിൽ, UK, കാനഡയിൽ ഒക്കെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാർ? അല്ല, അത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ എത്ര സാമ്പത്തികമായിട്ട് അവിടുത്തെ ജീവിത സുരക്ഷിതമാണ്, ജീവിത സുഖകരമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പം മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും മറ്റൊരു കൾച്ചർ ഒരിക്കലും സ്വീകരിക്കുന്നില്ലല്ലോ. നമ്മുടെ ഇപ്പം ഇവിടുന്ന് നമ്മൾ കേരളത്തിലുള്ള ഒരു തമിഴ്നാട്ടിൽ ചെല്ലുന്ന കഴിയുമ്പോഴത്തേക്കുള്ള ഒരു നമ്മൾ ഇവിടെ വരുന്നതായിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ എങ്ങനെയായാലും ഒരു രാജ്യത്തു നിന്നുള്ള അത് നമ്മുടെ പല വർണ്ണങ്ങളും നിറങ്ങളും അതെല്ലാം അതിൻ്റെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ബംഗാളിയും ബീഹാറിയും ഇവിടെ വരുമ്പോൾ തന്നെ, ഭായിമാരിവിടെ വരുമ്പോൾ തന്നെ, ഭായിമാരോടുള്ള നമ്മുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ എന്ത് മാറ്റം നമ്മൾ ഒരുവിധം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം, കണ്ണ് കാണുന്നിടത്തോളം കേരളീയരുടെ അവരോടുള്ള പെരുമാറ്റം വളരെ നല്ല നിലയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും. പക്ഷെ അവർ അന്യരാജ്യക്കാരല്ലല്ലോ, അവർ നമ്മുടെ രാജ്യക്കാരല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ പുത്രന്മാരാണ് അവർ. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ ഇവിടുന്ന് മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ രണ്ടാം തരം പൗരന്മാർ തന്നെയാണ്. അതെ അല്ലേ? തീർച്ചയായിട്ടും. അവരിങ്ങനെ ഈ കണ്ണിങ്ങനെ ഇടം കണ്ണിട്ട് നോക്കും. ഒരാൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ നോക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഇവൻ നമ്മുടെ ആളല്ലല്ലോ എന്നൊരു മട്ട് ആ നോട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അഭിമുഖീകരിക്കണം നമ്മുടെ കുട്ടികൾ. അതുപോലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, പണസംബന്ധമായ പ്രശ്നങ്ങൾ, താമസ സംബന്ധമായ പ്രശ്നങ്ങൾ, ആഹാര സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക. യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ അഭിമുഖീകരിച്ചാണ് കുട്ടികൾ അവിടെ നിൽക്കുന്നത്. അവിടെ എന്നിട്ടും അവർ പലരും തിരിച്ചു പോരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാൾ ഒരു സ്വാതന്ത്ര്യബോധം നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഒരു ജനാധിപത്യ പ്രക്രിയ നടമാടുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഈ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന എന്തൊക്കെയുണ്ട്? പണം മാത്രമാണോ? ഇല്ല, പണം മാത്രമല്ലല്ലോ. അതിനങ്ങനെ കാണണ്ട. കാരണം നമ്മുടെ ഈ
പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ സാമൂഹികപരമായിട്ട് വളരെ മുന്നേറ്റം നേടിയ രാജ്യങ്ങളാണ് അവരൊക്കെ. ഇവിടെ നമ്മുടെ രാജ്യം അങ്ങനെയല്ലല്ലോ. ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സാമൂഹിക അവസ്ഥകളൊക്കെ നമുക്ക് വ്യക്തമാണ്. അതിനെ അപേക്ഷിച്ചിട്ട് അവർക്ക് അവിടെ വളരെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അവർ ചിലയിടങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കെതിരെ പെട്ടെന്നൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അല്ല, അത് നമ്മുടെ സഹജമാണ്. സഹജമാണ്. കാരണം നമ്മുടെ ഇപ്പൊ അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ കറുത്തവരും ഇവർ തമ്മിലുള്ള എത്രയോ വർഷങ്ങളായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന, ഇപ്പോഴും അവിടെ ഭയങ്കര റേസിസം ഭയങ്കരമായിട്ടുണ്ടല്ലോ. നമ്മുടെ പോലീസുകാരൻ അല്ല, വംശീയതയുണ്ട്. അതിന്റെ തുടർച്ചയുണ്ട്. ഇല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞാൽ പോലും ചിലർക്കിടയിൽ ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മുടെ മതപരമായ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ കർശനമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, ഇല്ലേ? എന്നിട്ട് പോലും അതിനെ സംബന്ധിക്കുന്ന പൂർണ്ണമായി അത് നീക്കം ചെയ്യാൻ ആളുകളുടെ മനസ്സിൽ നിന്ന് അതിനെ എടുത്ത് പള്ളക്കളയാൻ നമുക്ക് ഇപ്പോഴും കളഞ്ഞിട്ട് പറ്റിയിട്ടില്ല. ഇല്ല, ഇപ്പൊ നമുക്കതിന്റെ ഇപ്പൊ നമ്മൾ കാസ്റ്റ് വേണ്ട, കാസ്റ്റ് ഇലക്ഷനെ കുറിച്ചിട്ട് നമ്മളൊരു ചർച്ച നടത്തുവാണ്. ഇപ്പൊ വേറെ ഏതൊരു ചാനലിൽ നമ്മൾ ചർച്ച നടത്തുമ്പോൾ അതിന്റെ ഇടവേളകളിൽ കാണിക്കുന്ന ഇപ്പൊ നമ്മൾ പരസ്യങ്ങൾ ഏതാണ്? പല സമുദായത്തിന്റെ മാട്രിമോണിയൽ പരസ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ സാമൂഹിക പ്രക്രിയയിൽ, നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ നവോത്ഥാന കാലഘട്ടങ്ങളിൽ നിന്ന് കടന്നു കഴിയും. അന്നൊക്കെ നമുക്ക് ഈ സാമുദായികമായി വേർതിരിച്ച് മാട്രിമോണിയൽ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു, അല്ലേ? ഇപ്പൊ വന്ന് അത് ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിൽ അത് കാണിക്കുന്നു. അതെ, അതിനെ നമ്മളെ ന്യൂട്രലൈസ് ആയി കഴിഞ്ഞത്. അതെ, ഇതെല്ലാം സാധാരണമാണ്, ഇതിനൊന്നും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള നമ്മുടെ മനസ്സിൽ ഈ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അതിനെ ഒരു വിശ്വസിച്ച് പോയി കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ നമ്മൾ മതേതരത്വം, മതനിരപേക്ഷത എന്നൊക്കെ ഇങ്ങനെ ഉച്ചൈസ്തരം പോഷിച്ചുകൊണ്ടിരിക്കും, അല്ലേ? പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനിടയിൽ ഈ പരസ്യങ്ങൾ ഇങ്ങനെ മതാടിസ്ഥാനത്തിലൊക്കെ ഉള്ളത് വരും. നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഈ മത നേതാക്കന്മാരുടെ പ്രസ്താവനകൾ പലപ്പോഴും വന്ന് ഈ ചെറുപ്പക്കാരെ കുഴയ്ക്കുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിൽ അവർ അത്ര ഒരു വിശ്വാസത്തിലൊന്നും എടുക്കുന്നില്ല. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എടുക്കത്തില്ല. കാരണം അവർക്ക് തന്നെ അറിയാം അത് പറയുന്നത് ശരിയല്ല എന്ന് അവർക്കറിയാം. പിന്നെ ഇത് മനസ്സിലുണ്ട് അവരുടെ, ഇത് ശരിയല്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവർ അതിനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാഷ്ട്രീയത്തോട് ആളുകൾക്ക് വലിയ വിമുഖതയില്ല, പക്ഷെ അവരെല്ലാം നോക്കി കാണുന്നുണ്ട് എന്നാണ് അങ്ങയുടെ അഭിപ്രായം. അതെ. അപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയർ എന്ന നിലയിലും അങ്ങ് നോക്കി കാണുന്നത് അങ്ങനെ കുട്ടികളെല്ലാം അറിയുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നുമുണ്ട്, അവർക്കറിയാം. പക്ഷെ അവർക്ക് ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആന്ധ്യം വല്ലാതെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. വോട്ട് ചെയ്യേണ്ട സമയത്ത് അവർ വോട്ട് ചെയ്തേക്കും, അല്ലേ? വോട്ട് ചെയ്യാൻ അവർക്ക് തിരിച്ചറിവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മതങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതാണ് ഞാൻ ആദ്യം ഒന്ന് സൂചന നൽകിയത്. ഈ മതപരമായ കാര്യങ്ങൾ ഇവർക്കറിയാം, ഇതിങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഇതിൽ വലിയൊരു ഇപ്പൊ നമ്മള് വിശ്വാസത്തെയോ നമ്മുടെ ദൈവമായിട്ടുള്ള ഒരു കാര്യങ്ങളിലല്ല നമ്മൾ പറയുന്നത്. ഈ അമിതമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ കുട്ടികളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ശബരിമലയിലെ തന്നെ ഇഷ്യൂകളൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ആ ഒരു കുട്ടി ഇങ്ങനെ ശബരിമല നമ്മുടെ ഒരു മീനാക്ഷി എന്ന് പറയുന്ന നമ്മുടെ ഒരു അവതരിപ്പിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയൊക്കെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. യങ്സ്റ്റേഴ്സ് ആണ്. വളരെ ഭയാനകമായിട്ട് പറയാൻ പേടിക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടികൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അവർക്കത് തിരിച്ചറിയുന്നുണ്ട്. മുതിർന്നവർ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും കുട്ടികൾ പറയും. ഈ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മെൻ എന്നാ വേഡ്സ്വർത്ത്, അല്ലേ? അതത്ര നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ കുട്ടികളെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് വൈലോപ്പിള്ളി കുട്ടികളെ കുറിച്ച്. അതുകൊണ്ട് അവർ വലിയ കാര്യങ്ങളൊക്കെ പറയും, ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ അവർ പറയും. അത് സത്യമായിരിക്കാനും സാധ്യതയുണ്ടാവും, അല്ലേ? അല്ല, അത് നമ്മളിപ്പോ അതിനൊരു സാധ്യത, അതാണ് സത്യം. അതാണ് സത്യം. കാരണം അവർ നിഷ്കളങ്കമായി സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഏത് സത്യാനന്തര കാലത്തും അത് സത്യമായി തന്നെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മുതിർന്നവർക്കിടയിലേക്കാണ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴാണ്, വിദ്യാഭ്യാസമൊക്കെ മുറുകി എല്ലാവരും വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോഴാണ് ഈ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുന്നത്, അല്ലേ? ഇല്ല, അങ്ങനെ നമ്മൾ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നത് പാവം നിരക്ഷരനല്ലല്ലോ, അല്ലെങ്കിൽ ആ ബോംബ് ഉപയോഗിക്കുന്നതൊക്കെ. അല്ല, അത് നമ്മുടെ സോഷ്യൽ തിങ്കിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എത്രയോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ തന്നെ
അതിനെ മനസ്സിൽ നമ്മുടെ ഈ സോഷ്യലായി മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അഴിമതി നടത്തുന്നത്, ആ. വർഗീയത നടത്തുന്നത്, ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നത്, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ കലഹിപ്പിക്കുന്നത്, ഇതിന്റെയൊക്കെ ബൗദ്ധികത, ഇതിന്റെയൊക്കെ പിന്നിലെ ബൗദ്ധികത എന്ന് പറയുന്നത് ഒരു നിരക്ഷരന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒന്നുമല്ലല്ലോ. അല്ലല്ല, അത് എനിക്ക് തോന്നുന്നില്ല. ഈ അധികാരം എന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മള് അധികാരത്തിന് വേണ്ടിയാണ് മനുഷ്യർ ഇതെല്ലാം ചെയ്യുന്നത്. അധികാരം ദൂഷിപ്പിക്കുന്ന പോലെ വിദ്യാഭ്യാസം ദൂഷിപ്പിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ ചേഞ്ച് വരുത്തുന്നുണ്ടല്ലോ, നമ്മുടെ മുന്നിലുണ്ടല്ലോ അത്. ആരാധനാലയങ്ങളിലൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാര് ഏത് വിഭാഗത്തിന്റെയും ഇന്ന വിഭാഗമൊന്നുമില്ല, ചെറുപ്പക്കാര് ചെറുപ്പക്കാരെ ആരാധനാലയങ്ങളിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ആത്മീയ നേതാക്കൾ പെടാപ്പാട് പെടുന്നുണ്ട്. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരതിനെല്ലാം നോക്കിക്കാണുകയും സത്യസന്ധമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ തിരിച്ചറിയുന്നുണ്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അതെ, നമ്മൾ നന്മയെക്കുറിച്ച്, നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ മുന്നിൽ നടക്കുന്ന പല കാര്യങ്ങളും നീതിയും സത്യവുമായി ബന്ധപ്പെട്ടല്ല. അതെ അല്ലേ? അതെ, സത്യമേവ ജയതേ എന്ന് നമ്മൾ പറയുകയും അസത്യം തന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവർ കാണുന്നുണ്ട്. അതെ, കാണുന്നുണ്ടല്ലോ. അത് ഇപ്പം സാറ് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കൾച്ചറിന്റെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ സ്പിരിച്വാലിറ്റി അങ്ങനെയൊക്കെ ഒരു രീതിയിലുണ്ട്. ആ ഒരു വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാനും പറ്റത്തില്ല. നമ്മൾ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിശ്വാസമാവുന്നത്? നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലേക്ക് കൂടി വരുമ്പോഴും നമ്മൾ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല എന്ന് സാർ സൂചിപ്പിക്കാൻ ഏതാണ് ഈ ഇത്തരം വിശ്വാസങ്ങളെ തള്ളി പറയാൻ കഴിയില്ല എന്ന് ഇപ്പോൾ പറയാനുള്ള അല്ല, നമുക്ക് അത്രമാത്രം രൂഢമൂലമായ അപ്പൊ നമ്മുടെ ഹാപ്പിനെസ്സും വളർന്ന രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ദൈവികമായിട്ടുള്ള രീതികൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടി വരുന്ന രാജ്യങ്ങളെല്ലാം ദൈവവിശ്വാസം കുറയുന്നു പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ നേപ്പാളിലൊക്കെ അതുപോലെ തന്നെ ഈ ഇൻഡെക്സിൽ വെള്ളം ഉയർന്നാണെങ്കിലും വളരെ ദൈവികമായിട്ട് നിൽക്കുന്നതാണ്. അല്ലെ, നമുക്ക് ഈ ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സ് സാർ സൂചിപ്പിച്ചല്ലോ, അതിൽ എത്രയോ പിന്നിലാണ് ഇന്ത്യ. അതെ, അതിനെ നമുക്ക് ആലോചിക്കാം. അതെ, പല രാജ്യങ്ങളും ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെടാത്ത രാജ്യങ്ങളാണ് ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാം. എന്നാലും നമ്മുടെ ഒരു സ്റ്റാറ്റസ് അങ്ങനെയാണ് നമുക്ക് കാണി. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങൾ അങ്ങനെ നമുക്ക് കാണാം. അല്ല, ഞാൻ ഈ ദൈവവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് ദൈവവിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മതവിശ്വാസം വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു നാടാണ് നമ്മുടെ നാട്. ആ കാര്യത്തിൽ ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങളെ നന്മയുടെ പാതയിൽ ചലിപ്പിക്കുന്നതിനും മതങ്ങൾ വഹിക്കുന്ന, മതദർശനങ്ങൾ വഹിക്കുന്ന പങ്കൊക്കെ വലുതാണ്. പക്ഷെ അതിനെ പലരും ദുരുപയോഗം ചെയ്ത് പല പല കള്ളികളിലാക്കി തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. അത് ഇതിനകത്ത് സാധ്യത കൂടുതലുണ്ട് ഇല്ലേ? അതുകൊണ്ടാണല്ലോ ഇന്ത്യയെ ഒരു മതേതര രാജ്യം എന്ന നിലയിൽ നിലനിർത്താൻ ഗാന്ധിജി പരമാവധി ശ്രമിച്ചത്. അദ്ദേഹം ഒരു മതത്തിന്റെ ആളായി നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ ഇന്ത്യക്ക് മതമില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. ശരി, തീർച്ചയായിട്ടും അതിലേക്കല്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ മതത്തിൽ നിന്ന് ഒരകലം ചെറുതായി പാലിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് മതങ്ങളിൽ. പക്ഷെ നമ്മുടെ ദൈവികമായിട്ട് വിശ്വാസത്തിൽ നിന്നൊന്നും അത്ര ഒരു അകൽച്ച ബാധിച്ചായിട്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. പക്ഷെ ഇവർ നമ്മളിങ്ങനെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും മതപരമായ ഇടപെടലുകൾ ഉണ്ടാണെന്ന് ലോകത്ത് നടക്കുന്നതെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് അറിയുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈശ്വര വിശ്വാസത്തിൽ നിന്ന് അവരാരും അകലുന്നില്ല. പറയുന്ന ആളുകള് നല്ലൊരു പങ്ക് മതത്തിന്റെ കൊള്ളരുതായ്മകളെ അതിശക്തമായി എതിർക്കുമ്പോഴും ഈശ്വര വിശ്വാസത്തിൽ നിന്ന് പലരും അകലെയല്ല. കാരണം ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന ഈശ്വര സങ്കല്പം പലർക്കും പല രീതിയിലാണ്. പല രീതി ഇവർ മതങ്ങൾ പറയുന്ന ഒരു ഈശ്വരനാണ് എന്ന് പലരും ധരിക്കുന്നില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഈശ്വര നിഷേധികളാണ് എല്ലാവരും എന്ന ഒരർത്ഥം ഇതിനില്ല. നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ ആവണമെന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് അവസാനമായി നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ പൊതുവെ നമ്മൾ അങ്ങയുടെ ഒരു വിലയിരുത്തൽ ഈ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം കാര്യമായി ഉണ്ട് എന്ന് തന്നെയാണ് അല്ലേ? വോട്ട് ചെയ്യുന്നതിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രചരണത്തിൽ, വീട് കയറുന്നതിൽ, വോട്ട് പിടിക്കുന്നതിൽ, വോട്ട് തേടുന്നതിൽ ഒക്കെയുള്ള അവരുടെ, അങ്ങ് ഒരു നിരീക്ഷകൻ കൂടിയാണല്ലോ, അവരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ അടിമാലി പഞ്ചായത്ത് ഒക്കെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറവാണ്, ഈ പ്രചരണത്തിനൊക്കെ വളരെ കുറവാണ്. പക്ഷെ കാൻഡിഡേറ്റുകളൊക്കെ വരുന്നുമുണ്ട്. കാൻഡിഡേറ്റ് വളരെ പൊളിറ്റിക്കലി ആയിട്ട് തിരിച്ചറിയുന്ന ധാരാളം യങ്സ്റ്റേഴ്സും ഉണ്ട്.
പക്ഷെ ഈ പ്രചരണത്തിന് അത്ര ഒരു തണുപ്പ് ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ക്യാമ്പയിനും ആഘോഷങ്ങളും ആ ഒരു കാലത്ത് നിന്ന് വിട്ടുമാറിയിട്ട് ഈ നമ്മുടെ യങ്സ്റ്റേഴ്സിനായിട്ട് ഈ പഞ്ചായത്തിൽ പോലും വിശ്വാസമില്ല. ഈ വരുന്ന തിരഞ്ഞെടുക്കുന്ന അവർ കാൻഡിഡേറ്റിനെ നോക്കും. കാൻഡിഡേറ്റ് ഇപ്പം നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കോളേജിൽ ഒരു മീറ്റ് ദ ക്യാൻഡിഡേറ്റ് പ്ലാൻ ചെയ്ത്, അപ്പം നമ്മൾ ഈ മുതിർന്ന കാൻഡിഡേറ്റിനോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇതിനൊരു താല്പര്യമില്ല. കാരണം കുട്ടികളുമായിട്ടൊരു സംവാദമല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മീറ്റ് ദ ക്യാൻഡിഡേറ്റിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്കൊരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഇടുക്കിയിലെ പല മേഖലകളും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയ കാൻഡിഡേറ്റ് വളരെ പോസിറ്റീവാണ്. എപ്പോഴാണ് വരുന്നത്? കാരണം അവർക്കൊരു വിഷനുണ്ട്, നമ്മുടെ പഞ്ചായത്തുകളെ കുറിച്ചിട്ടും പുതിയ ജനറേഷനെ കുറിച്ചും നല്ലൊരു വിഷനുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് അത് ആ ഒരു സാമൂഹികമായ വീക്ഷണം, സാമ്പത്തികമായ വീക്ഷണം, രാഷ്ട്രീയ വീക്ഷണം, ഇത്തരം വീക്ഷണങ്ങളൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് പുതിയ തലമുറയ്ക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് അവർ ഈ പറഞ്ഞ പോലെ വളരെ സജീവമായി, വളരെ ആക്റ്റീവായി അവർ രംഗത്ത് നിൽക്കുകയും പറയുകയും സാറ് പറയുന്ന പോലെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്യും. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അവർ പുതിയ തലമുറ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ, അവർക്ക് ചില വ്യത്യസ്തമായ സ്വഭാവ രീതികളൊക്കെ ഉണ്ട്. അവരൊരു പക്ഷേ എല്ലാവരെയും ബഹുമാനിച്ചോളണമെന്നില്ല, ഇല്ലേ? പണ്ടത്തെ ബഹുമാനമൊന്നും അധ്യാപനം എന്നാൽ കിട്ടുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അവരുടെ സ്വഭാവത്തിൽ കുറെ കൂടി വൈകാരികതയ്ക്ക് പകരം യാന്ത്രികത കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പിന്നെ അവർ വിജ്ഞാന സാഹിത്യത്തിൽ, വൈജ്ഞാനികതയിലാണ് താല്പര്യം കൂടുതൽ. അല്ലാതെ വൈകാരികമായ മറ്റ് സാഹിത്യങ്ങളിലോ ക്ലാസിക് കൃതികളിലേക്കോ ഒന്നും അവർ പോകാൻ തയ്യാറല്ല. അവർക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലേ? സുഭാഷ് ചന്ദ്രബോസിനെ അറിഞ്ഞിട്ടേ അല്ലെങ്കിൽ ഭഗത് സിംഗിനെ അറിഞ്ഞിട്ടേ ചരിത്രം പഠിക്കൂ എന്ന നിർബന്ധങ്ങളുമില്ല. വർത്തമാനകാലത്തെ ആ കാലത്തിൽ അഭിരമിച്ച് ജീവിക്കുന്ന ഒരു തലമുറയാണ്. അവർ ഈ വോട്ടിനോട് നല്ല നിലയിൽ പ്രതികരിക്കട്ടെ, അവർ ആളുകളെ കണ്ടെത്തി വോട്ട് ചെയ്യട്ടെ എന്നാണ് നമുക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും സ്റ്റുഡിയോയിൽ വരികയും പുതിയ തലമുറയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തതിന് വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു. ചർച്ച അവസാനിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അരാഷ്ട്രീയം കത്തി പടരുന്നില്ല എന്ന് തന്നെയാണ് നാം ചെന്നെത്തി നിൽക്കുന്നത്. അവരെല്ലാം വീക്ഷിക്കുന്നുണ്ട്, അവരെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ ഒന്നിനോടും, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തോട് വലിയ ആന്ധ്യം അവർ വച്ചു പുലർത്തുന്നില്ല. എന്നാൽ അവർ വോട്ട് ചെയ്യും, അവർ ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളികളാവുകയും ചെയ്യും. പക്ഷേ എല്ലാത്തിനോടും അവർ ഒരു മൃദുല സമീപനം മാത്രമാണ് സ്വീകരിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് നല്ലതുമാണ്. നന്ദി, നമസ്കാരം.